ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി പത്തിരിയും കുറച്ച് കോഴിക്കറിയും കഴിക്കാം. സലാഡും ഉണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് വേറൊരു രീതിയിലാണ് നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്നത്. അതായത് വേറെ നമ്മൾ എന്നും ഒരു ഡിഷായ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് വേറൊരു രീതിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചിക്കൻ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഉള്ള ഇതെടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കൈ കൊണ്ട് ഞെവിടി കൊടുക്കുക. അതായത് ആ മസാല പിടിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കൊച്ചതായിട്ട് അരിഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇറച്ചി നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കുറച്ച് വറ്റൽമുളക് ഇതൊക്കെ ഇട്ടൊന്ന് താളിക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ എടുത്തത് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് തിക്കാട്ടുക. നമ്മൾ നേരത്തെ ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ചിക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളതിൻ്റെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല നമുക്ക് പാകത്തിനുള്ള ഗരം മസാല. തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ കാണിച്ചിട്ടില്ല, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിടുക കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ തോനെ എടുക്കരുത്. മല്ലിപ്പൊടി തോനെ എടുത്താൽ കറി കൊള്ളത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കും. ഈ മസാല നല്ലതുപോലെ കുറുക്കിയെടുക്കും. നമ്മളതിനകത്ത് ചിക്കൻ ഇട്ടിട്ടില്ല. നല്ലതുപോലെ ഒന്നും കൂടെ കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെള്ളം എടുത്ത് വീണ്ടും അത് കുറുക്കിയെടുക്കുക. നല്ല കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇതേ കണക്ക് കുറുക്കിയെടുക്കുക. അപ്പം നമ്മളിട്ട സവാളയും അതെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഈ മസാല അതിനകത്ത് പിടിക്കണം കണ്ട. അതാണെങ്കിൽ കുറുക്കിയെടുക്കുക കണ്ട. അതിനകത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, അതും 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല എരിവിന് വേണ്ടി നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ വെള്ളം ഞൊടിയുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കറിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കറി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയിട്ട് നമുക്ക് ചിക്കൻ കറി ഇറക്കാം. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്കുണ്ടാകും. നല്ല കുറുകിയതല്ല, അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കണം. അടിപൊളി കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അടിപൊളി കോമ്പിനേഷനായിരുന്നു. ഇനി മറ്റൊരു